അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ ജയിലിൽ കഴിയുന്ന രാഹുൽ ഈശ്വറിന്റെ ജാമ്യഹർജി കോടതി തള്ളി എന്നുള്ളത് കൂടിയാണ്. ഇപ്പോൾ രാഹുൽ ഈശ്വറിന്റെ ജീവിത പങ്കാളി മാധ്യമങ്ങളെ നാളെ വൈകിട്ട് 5 മണി വരെയല്ലേ ഇത്. അപ്പൊ ഇന്ന് തന്നെ മൂവിയും ഫ്രൈഡേ എടുക്കാൻ നിരാഹാരം തുടരുകയാണ്. ഫുഡും വാട്ടറും രണ്ടും ഇൻടേക്ക് ഇല്ല, വെള്ളവും ആഹാരവും കഴിക്കുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് സെൻട്രൽ പ്രിസണിലേക്ക് മാറ്റിയേക്കുന്നത്. ഡോക്ടറിന്റെ സൂപ്പർവിഷൻ വേണമെന്ന് പറഞ്ഞുള്ളൂ. അപ്പം അത് അങ്ങനെ മുൻപോട്ട് പോകും. അപ്പോൾ ഏതായാലും രാഹുൽ ഈശ്വറിൻ്റെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനം വന്നിട്ടുണ്ട്. അത് ജാമ്യമില്ല എന്നുള്ളതാണ് ആ തീരുമാനം. അതുപോലെ തന്നെ പോലീസ് കസ്റ്റഡിയിലേക്കും വിട്ടിട്ടുണ്ട്. നാളെ വൈകിട്ട് വരെയാണ് കസ്റ്റഡി. അപ്പോൾ ആ കേസ് ആ വഴിക്ക് അങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതേ ദിവസം തന്നെയാണ് അതും എന്നതുകൂടി ഓർക്കേണ്ടതുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ മുൻകൂർ ജാമ്യഹർജി കോടതി കേൾക്കുന്നു. രാഹുൽ ഈശ്വറിൻ്റെ ജാമ്യഹർജി കോടതി തള്ളുന്നു. പോലീസ് കസ്റ്റഡിയിലേക്ക് വിടുന്നു. ഇതൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ.